കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണോ, സുഖമായിട്ടിരിക്കണോ? ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഇന്നത്തെ ഫേഷ്യൽ ഉണ്ടാക്കണം കേട്ടോ. അടിപൊളി സൂപ്പറാണ്. നമ്മുടെ മുഖമൊക്കെ തിളങ്ങാനും മുഖം അടിപൊളിയായിട്ട് ഭംഗി ഉണ്ടാകാനും ഈ ഒരു ഫേഷ്യൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞു ഫേഷ്യലിൻ്റെ വീഡിയോയിലോട്ട് വേഗം തന്നെ പോയേക്കാം. അപ്പോൾ നമുക്ക് നേരെ ഫേഷ്യൽ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഫേഷ്യലുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അപ്പം ഈ ഫേഷ്യലിൽ നമ്മൾ കൂടുതലായിട്ട് വേണ്ട ഒരു സാധനമാണ് ഓറഞ്ച്. ഓറഞ്ച് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓറഞ്ച് വേണം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഒരു കോഫി പൗഡർ വേണം. പഞ്ചസാര വേണം, സ്ക്രബ് ചെയ്യാനുണ്ടേ. പിന്നെ തൈര് വേണം. പിന്നെ അടിപൊളി ഒരു പാക്കായിട്ട് നമുക്ക് മുൾട്ടാണി മിട്ടിയും കൂടെ നമുക്ക് എടുത്തേക്കാം. അപ്പോൾ എന്തൊരു സാധനങ്ങളെന്ന് വിചാരിച്ചാണല്ലേ. നിസ്സാര സാധനങ്ങളൊന്നും എന്നൊക്കെ വീട്ടിലുള്ള സാധനമേ ഉള്ളൂ. പിന്നെ ഓറഞ്ച് നിങ്ങൾ വെളിയിൽ നിന്ന് മേടിക്കേണ്ടി വരും കേട്ടോ. പിന്നെ മുൾട്ടാണി മിട്ടി ഇപ്പം എല്ലാ വീടുകളിലും ഉള്ള ഒരു സാധനം തന്നെയാണ്. ഇല്ലെങ്കിൽ മേടിച്ച് വെച്ചോളൂ കേട്ടോ. അപ്പോൾ മുൾട്ടാണി മിട്ടി തന്നെ വേണം, എങ്കിൽ നമുക്ക് സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റനാകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് എന്തൊക്കെ വേണമെന്ന് ഒന്നുകൊണ്ട് പരിചയപ്പെടാം. ഞാൻ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി വേണം, മുൾട്ടാണി മിട്ടി, പഞ്ചസാര, കാപ്പിപ്പൊടി ബ്രൂ കോഫിയുടെ എടുത്തേക്കണത്, ഓറഞ്ച്, തൈര്. പിന്നെ കത്തി എടുത്തേക്കണത് ഓറഞ്ച് ഒന്ന് മുറിച്ചെടുക്കാനുണ്ട്. ഈ ബ്രൂ കോഫിൻ്റെ പാക്കൊന്ന് മുറിച്ചെടുക്കാനുണ്ട്. എൻ്റെ മുൾട്ടാണി മിട്ടിയുടെ പാക്കൊക്കെ തീർന്നായിരുന്നേ, പൊടിയൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ ഞാൻ പുതിയതായിട്ട് ഞാൻ എടുത്തേക്കണത്. നമുക്ക് ആദ്യം സ്ക്രബ് ചെയ്യാം കേട്ടോ. സ്ക്രബ് ചെയ്യാനായിട്ട് ഞാനൊരു പാത്രത്തിൽ പഞ്ചസാര കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് പൊടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ചെറിയ കുഞ്ഞു തരികളുള്ളൂ. വലിയ തരികളുള്ള പഞ്ചസാരയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇടിക്കലൊന്ന് ഇടിച്ചാൽ മതി കേട്ടോ. അപ്പം പൊടിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ പഞ്ചസാരയിലോട്ട് ഞാനിതാ ഈ ബ്രൂ കോഫിയില്ലേ ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുവാണേ. കാണുന്നുണ്ടല്ലോ അല്ലേ? ഫുൾ ഇടുന്നുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് വേണം നമുക്ക്. ഇത് എളുപ്പമായിട്ടത് ഉണ്ടാക്കാനും തയ്യാറാക്കി തേക്കാനും ഒക്കെ എളുപ്പമാണ്. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന തന്നെയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ ചുമ്മാ ഇരിക്കുന്ന ചേച്ചിമാരൊക്കെ വന്ന് ഇങ്ങനെ ചെയ്തേക്കണം. അനിയത്തിമാരൊക്കെ അപ്പോൾ ഞാനതോടെ ഓറഞ്ച് നേരെ പകുതി അങ്ങ് മുറിക്കുന്നുണ്ടേ. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ചെറിയൊരു കഷ്ണമായിട്ട് ഞാൻ മുറിച്ചു. വലിയൊരു കഷ്ണമായിട്ട് മുറിച്ചു. കണ്ടില്ലേ ഇതുപോലെ? അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാവേ. ഈ ഒരു സംഭവമില്ലേ ചെറുത്, ഇത് നമുക്ക് വേണം. ഇനി നമുക്കിതാ ഈ ഓറഞ്ച് ഉണ്ടല്ലോ മുറിച്ചെടുത്തേക്കണം, നമുക്ക് ഇതിലോട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ചിനകത്തോട്ട് ഞാനിതാ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് അങ്ങ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും എല്ലാം ഓറഞ്ച് ഈ കാപ്പിപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ടെങ്കിൽ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുഖത്ത് നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ തോർത്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഡ്രസ്സിലൊക്കെ ആവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തേക്കണത് മുറ്റത്തിരുന്നാണ്. ഇനി നമുക്ക് മുഖത്ത് നല്ല വൃത്തി അങ്ങ് ഉരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുഖം നല്ല വൃത്തിയിൽ അങ്ങ് കഴുകാൻ മറക്കരുത്. എന്തായാലും ഡ്രസ്സിലേക്ക് ആകും. പതുക്കെ ഒന്ന് ഞെക്കി കൊടുക്കുക. നമുക്ക് ഓറഞ്ചിൻ്റെ നീരൊക്കെ മുഖത്തൊക്കെ നന്നായിട്ട് അങ്ങ് വരുവേ. ഇതിപ്പോൾ ചുണ്ടിലായാലൊന്നും പ്രശ്നമില്ല കേട്ടോ. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യണം. കവിളിലും മൂക്കിലൊക്കെ നല്ലോണം അങ്ങ് ചെയ്യണം. പതുക്കെ ചെയ്യണം കേട്ടോ. നല്ല അടിപൊളിയൊരു സ്ക്രബാണ്. ഞാൻ തക്കാളി വെച്ചും അങ്ങനെ ഒരുപാട് സ്ക്രബുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്ക്രബ് സൂപ്പറാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് ആവാൻ അടിപൊളിയൊരു സ്ക്രബ് തന്നെയാണ്. ഇതിനകത്തുണ്ട് കേട്ടോ.
അപ്പം മുഖത്ത് നല്ല വൃത്തിയിലൊന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മുഖത്ത് തേച്ച് കൊടുക്കാമെന്ന് കരുതിയേ. ഒന്നും കൂടെ ഞാൻ ഇതിലോട്ട് അങ്ങ് മുക്കി എടുക്കുന്നുണ്ടേ. കണ്ടില്ലേ ഇതിലോട്ട്. അപ്പോൾ 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ കഴുത്തിലും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ല വൃത്തിയിലൊന്ന് സ്ക്രബ് ചെയ്യട്ടെ കേട്ടോ. ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. കണ്ടില്ലേ. അപ്പം ഞാനിത് 2-3 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ മുഖം കഴുകാൻ പോകരുത്. ഒരു 2-3 മിനിറ്റ് നമ്മുടെ മുഖത്തും ഇതൊന്ന് ശരിക്കും ഒന്ന് പിടിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാവേ. 2-3 മിനിറ്റ് എൻ്റെ മുഖത്ത് ഇങ്ങനെ തന്നെ ഞാൻ വെച്ചായിരുന്നേ. ഈ നമുക്ക് മുഖം നല്ല വൃത്തിയിലൊന്ന് കഴുകാം കേട്ടോ. അപ്പോൾ സ്ക്രബ് ചെയ്ത ഉടനെ തന്നെ മുഖം കഴുകരുത്. മുഖത്ത് ഇച്ചിരി നേരം മുഖത്തൊക്കെ ഒന്ന് പിടിക്കണേ. അപ്പോൾ ഒരു തുണിയൊക്കെ എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഇവിടെ കൂടെ ഇങ്ങനെ കഴുകണ്ട. തുണി അത്ര ശരിയായില്ല എന്ന് തോന്നുന്നു. ഒരു സോഫ്റ്റ്നെസ് തുണിക്ക് കിട്ടണില്ല. ഞാൻ എന്നും മുഖത്ത് തുടയ്ക്കുന്ന ഒരു തുണി ഉണ്ടായിരുന്നേ, അതിപ്പോൾ കാണുന്നില്ല. ഇവിടെ വെച്ചൊരു ടവലെടുത്ത. കുഴപ്പമില്ല, പിള്ളേരുടെ ടവലാണേ. പതുക്കെ അങ്ങ് തുടച്ചെടുത്താൽ മതി കേട്ടോ. നോക്കിക്കേ, നല്ലൊരു വ്യത്യാസമുണ്ട്. സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ മുഖമൊക്കെ നല്ല തോതിലങ്ങ് നിറം വയ്ക്കും. മുഖത്തെ അഴുക്കും കഴുത്തിലെ അഴുക്കും ഒക്കെ ഒന്ന് മാറിക്കിട്ടോ. ഞാൻ കഴുത്തിൻ്റെ ഈ ഇവിടം വരെ തേച്ചോളൂ. ഞാൻ മുടി ഇങ്ങനെ കെട്ടിയതുകൊണ്ടേ ഈ ഭാഗത്തൊന്നും തേച്ചില്ല കേട്ടോ. അതുപോലെ എൻ്റെ ഈ കഴുത്തിൽ ഇച്ചിരി അങ്ങ് കയറിയാണ് ഇരിക്കുന്ന ഡ്രസ്സേ. അപ്പോൾ പിന്നെ ഡ്രസ്സിലേക്ക് ആവില്ലേ, അതുകൊണ്ട് ഇവിടം വരെ തേച്ചോളൂ. നിങ്ങൾ കഴുത്തിന് പുറവശത്തൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യണേ. അപ്പോൾ അത് സ്ക്രബൊക്കെ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മാറ്റം കണ്ടു. മൂക്കിലുള്ള എല്ലാ സംഭവങ്ങളും അങ്ങ് മാറി മുഖമൊക്കെ നല്ല ക്ലിയറായി അടിപൊളിയായിട്ടോ. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാക്കൊക്കെ ഇടാൻ മടിയുള്ളവരാണെങ്കിൽ സ്ക്രബ് മാത്രം ചെയ്താൽ മതി. മുഖം നല്ല ബ്രൈറ്റിനാവും കേട്ടോ. അപ്പോൾ ഇനി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പടി ഒരു മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിതാ അതിനായിട്ട് തൈര് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. തൈരിലോട്ട് നമുക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ നീരും കൂടി ഒന്ന് മിക്സ് ചെയ്യാവേ. ഇടയ്ക്കൊന്ന് സൗണ്ട് ഇടറിപ്പോയതാണ് കണ്ടോ. കുറച്ച് ഓറഞ്ച് നീരും കൂടെ കൊടുത്ത് തൈരും ഓറഞ്ചിൻ്റെ നീരും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാ നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ഓറഞ്ചിൻ്റെ നീര് ചേർത്തോളേ. നമുക്ക് വേണമെങ്കിൽ കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം. അപ്പോൾ നല്ലവണ്ണം മുഖത്ത് അങ്ങ് തേച്ചിട്ട് ചെറിയ രീതിയിലൊരു മസാജ് പോലെ അങ്ങ് കൊടുക്കുകയാണെങ്കിലോ അടിപൊളിയായിരിക്കും. കണ്ണിൻ്റെ സൈഡിലൊക്കെ നമുക്ക് തൈരിങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് പോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ കറുപ്പൊക്കെ കുറയാൻ നല്ലതാണ്. അതുപോലെ തന്നെ ചുണ്ടിൻ്റെ ഈ സൈഡില്ലേ ഇവിടെയൊക്കെ നമുക്ക് ചില ആൾക്ക് കറുപ്പൊക്കെ ഉണ്ടാകാറുണ്ട്. അവിടേക്ക് ഇതേപോലെ ഇങ്ങനെ എന്താ അങ്ങനെ ഒരു തേച്ചങ്ങ് കൊടുക്കുകയാണെങ്കിൽ കറുപ്പൊക്കെ കുറയാൻ നല്ലതാട്ടോ. അപ്പോൾ നിങ്ങൾ പുറകുവശത്ത് നോക്കുന്നു വേണ്ട. അത്യാവശ്യം തുണികളൊക്കെ കുറച്ച് തുണികളുള്ളൂ കേട്ടോ ഞാൻ അഴയിട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ മുറ്റത്ത് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നില്ലേ അത് കൊക്കോപ്പഴമാണേ, കുറച്ചേ കിട്ടിയോളൂ. അപ്പോൾ അതൊന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാട്ടോ. ഇനി പൊട്ടിച്ചില്ല, അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ്. അപ്പോൾ തൈരെടുത്തു. ഇനി നമുക്ക് ചെറിയ രീതിയിലൊന്ന് പതുക്കെ ഒന്ന് മസാജ് കൊടുക്കണം. നമ്മൾ കവിള തന്നെ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യുകയാണെങ്കിൽ കവിള തുടുക്കാൻ അടിപൊളിയാണ് കേട്ടോ. കവിളൊക്കെ തുടുത്ത് വരും. അപ്പോൾ
അപ്പം റോഡിൽ കൂടെ ഒക്കെ ആൾക്കാരൊക്കെ പോക്കും വരെയൊക്കെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റോഡിലൊക്കെ നോക്കണത്. ഈ ഫ്രണ്ടിലെ മരങ്ങളൊക്കെ ചെടികളൊക്കെ വെട്ടിയത് കൊണ്ടേ വഴി പോകുന്ന ആൾക്കാർക്ക് ഇവിടെയും കാണാം അവിടെയും കാണാം. അപ്പോൾ ഞാനിങ്ങനെ ഫോൺ വെച്ചുകൊണ്ട് ഏതായാലും റോഡിലുള്ളവർക്കൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ സൈഡിലുള്ളവർക്കൊക്കെ കാണാൻ കഴിയും. കഴുത്ത് നമ്മൾ ഇങ്ങനെ അങ്ങ് മസാജ് ചെയ്യണേ, അല്ലെങ്കിൽ കഴുത്ത് ഇങ്ങനെ തൂങ്ങിപ്പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം കഴുത്തിൻ്റെ പുറവശം കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുടി ഇങ്ങനെ കെട്ടിയത് കൊണ്ടും ഡ്രസ്സ് കണ്ടോ, ഡ്രസ്സിൻ്റെ കഴുത്ത് അങ്ങ് കയറിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കഴുത്തിൻ്റെ പുറവശം തേക്കാത്തത്. അപ്പോൾ തൈര് നമുക്ക് ചുമ്മാ ഒരു മസാജ് പോലെ ചെയ്താലും നല്ല അടിപൊളിയാണ്. നമ്മുടെ മുഖത്തിലെ പാടുകളും കലകളും ഒക്കെ മാറും. അതിൻ്റെ കൂടെ ഓറഞ്ചിൻ്റെ നീരും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് സൂപ്പർ റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഓറഞ്ചിൻ്റെ നീര് അടിപൊളിയാണ്, വൈറ്റമിൻ സി നന്നായിട്ട് അടങ്ങിയിരിക്കുന്ന സാധനം തന്നെയാണ്. അപ്പം മുഖം നിറം വയ്ക്കാനും മുഖക്കുരുള്ളവർക്കും കരിമങ്കലുള്ളവർക്കൊക്കെ അടിപൊളി സാധനം തന്നെയാണ് ഈ ഓറഞ്ച്. അപ്പോൾ ഈ കരിമങ്കലുള്ളവരൊക്കെ വൈറ്റമിൻ സി അടങ്ങിയ പാക്കുകളൊക്കെ ചെയ്യുന്നതാണ് ഇച്ചിരി കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് ഞാനിങ്ങനെ ഒന്ന് ഒരു മസാജ് പോലെയൊക്കെ അങ്ങ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് കാണാവേ. ഞാനിതാ നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി മസാജ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ മുഖം തുടയ്ക്കാൻ നിൽക്കരുത്. ഒരു 2-3 മിനിറ്റെങ്കിലും നമ്മുടെ തൈരും ഓറഞ്ചിന് നീരും നമ്മുടെ മുഖത്ത് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് തുണി കൊണ്ട് തുടച്ച് മാറ്റാവേ. അപ്പോൾ 2-3 മിനിറ്റ് കഴിയും. അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ ഞാൻ കയ്യിലും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തുടച്ച് മാറ്റാം. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് മുഖം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. മുഖം ഇങ്ങനെ കഴുകൊന്നും വേണ്ട, തുണി എടുത്തൊന്ന് തുടച്ചെടുത്താൽ മതിയേ. തുടച്ചിട്ടുണ്ട് കേട്ടോ. പതുക്കെ ഇങ്ങനെ തുടച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഇതാ മുഖം തുടച്ചു. അപ്പോൾ തൈര് തേക്കുമ്പോൾ തന്നെ നല്ല നിറം വയ്ക്കും. അപ്പോൾ തൈരിൻ്റെ കൂടെ ഓറഞ്ചും കൂടെ തേക്കുമ്പോൾ നമുക്ക് ഡബിൾ റിസൾട്ട് തന്നെ കിട്ടുമേ. അങ്ങനെ നമ്മുടെ എന്താ പറയുക, മസാജ് കഴിഞ്ഞു, സ്ക്രബ് കഴിഞ്ഞു. ഇത് നമുക്ക് വേഗം തന്നെ പാക്ക് ഉണ്ടാക്കാൻ നോക്കാവേ. അപ്പോൾ ഞാനതിന് ഇതാ മുൾട്ടാണി മിട്ടി ഇതാ കവറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, അത് മതിയേ. അപ്പം ഞാൻ നേരത്തെ ഒരു ഓറഞ്ച് ഞാനിവിടെ മുറിച്ച് വെച്ചില്ലായിരുന്നോ, അത് നമ്മുടെ ഉണ്ണിക്കുട്ടിനെ എടുത്തുകൊണ്ട് പോയിട്ട്, അതുകൊണ്ട് ഒന്നും കൂടെ ഇനി ഓറഞ്ച് മുറിക്കേണ്ടി വന്നു. അപ്പം ഈ ചെറിയ കഷ്ണം എടുക്കാം. നമുക്കിതിലോട്ട് ഓറഞ്ചിന് നീര് ഒഴിച്ചില്ല കേട്ടോ. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാവേ, കുറച്ച് മതി. അപ്പോൾ മുഖക്കൂരൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ ഒന്ന് കുറഞ്ഞോളും. പിന്നെ നമ്മൾ ചേർക്കാൻ പോണത് ഓറഞ്ചിൻ്റെ നീര്. കട്ടയില്ലാതെ നന്നായിട്ട് കൈകൊണ്ട് അങ്ങ് ഇളക്കി അങ്ങ് എടുത്താൽ മതി കേട്ടോ. ഇത് ഓറഞ്ചിൻ്റെ കുരുവായിരുന്നേ, കണ്ട ഇതുപോലെ അങ്ങ് കിട്ടിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഞാനിതാ ചെറുതായിട്ടൊന്ന് ലേശം ഇട്ട് കൊടുത്തോളൂ. നിങ്ങൾ കണ്ടില്ലായിരുന്നു, ചെറുതായിട്ട് ഇട്ട് കൊടുത്തോളേ. അതുകൊണ്ട് മഞ്ഞ കളറൊന്നും ഇതില്ല കേട്ടോ. എന്നാലും ഒരു പേരിനായിട്ട് ഒരു ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തുന്നുള്ളൂ. ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് പാക്ക് ഇടാൻ പോവല്ലേ, അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് പാക്കിങ്ങിന് തന്നെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. അതുകൊണ്ട് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാവേ. 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കാം.
കണ്ടോ, ഒത്തിരി അങ്ങ് മഞ്ഞ കളറൊന്നുമില്ലേ, ചെറുതായിട്ടുള്ളൂ. കണ്ണിൻ്റെ ഈ ഭാഗം നമുക്ക് ഒഴിവാക്കണം കേട്ടോ. മുൾട്ടാണി മിട്ടി ആയതുകൊണ്ടേ മുഖമൊക്കെ ഇങ്ങനെ ഡ്രൈ ആവുമല്ലോ, അന്നേരം കണ്ണിൻ്റെ ഇവിടെയൊക്കെ അങ്ങ് ചുളിവ് വരുവേ. അപ്പോൾ ഈ ഭാഗം നമുക്ക് ഒഴിവാക്കാം. മസാജൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ സൈഡിലൊക്കെ മസാജ് ചെയ്യണം, നല്ലതാണ്. നമ്മൾ തൈരൊക്കെ വെച്ച് നേരത്തെ മസാജ് ചെയ്തായിരുന്നല്ലോ, കണ്ണിൻ്റെ കറുപ്പ് പോകാനും അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ കാരണം അവിടെ ഉറുമ്പുകളൊക്കെ കയറുന്നുണ്ടാട്ടോ. പഞ്ചസാരയും ഓറഞ്ചിൻ്റെ നീരൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറുമ്പുകൾ എവിടെയാണെങ്കിലും ഓടിപ്പാഞ്ഞെത്തും. അതുകൊണ്ട് ഞാനിന്ന് മുറ്റത്തിൻ്റെ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ ഒരു ഇരുട്ട് പോലെയൊക്കെയാണ് കേട്ടോ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് റിസൾട്ടൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അവിടെ നിൽക്കുമ്പം ഇച്ചിരി നല്ല ഒരു വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. ഇവിടെ വെട്ടത്തിന് കുറവൊന്നുമില്ല, എന്നാലും ആ തിണ്ണയിൽ നിന്ന് എടുക്കുന്ന അത്ര ഒരു ബ്രൈറ്റിംഗ് ഒന്നും കിട്ടില്ല കേട്ടോ. മുഖത്ത് നമുക്ക് ഇച്ചിരി കൂടുതൽ കട്ടിയിലങ്ങ് തേച്ചെടുക്കാവേ. മുഖത്തൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുത്തിൽ കൂടെ അങ്ങ് തേച്ചെടുക്കാം. അപ്പോൾ ഒരു കുക്കുംബറൊക്കെ ഉണ്ടെങ്കിലേ ഒരു വട്ടത്തിൽ അരിഞ്ഞിട്ട് കണ്ണിൻ്റെ ഈ സൈഡിൽ അങ്ങ് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണിലെ കറുപ്പും മാറും, കണ്ണിൻ്റെ ആ ക്ഷീണവും ഒക്കെ മാറും കേട്ടോ. ഇപ്പോൾ ഇത് ഇനി ഉറക്കമില്ലായ്മയാണ്, രാവിലെ എണീക്കുന്നതുകൊണ്ടേ ഉറക്കമൊന്നും നടക്കുന്നില്ല കേട്ടോ. ഇനി പകൽ ഉറക്കമുള്ള ഒരു ശീലവും ഇല്ല എനിക്ക്, ഒരു ഉറങ്ങുന്നൊരു ശീലമില്ല. അപ്പോൾ പണ്ടൊക്കെ ചെറുപ്പത്തിലുള്ളതൊക്കെ ആണെങ്കിൽ ആ ഒരു പഠിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ലീവ് കിട്ടുന്ന സമയത്തൊക്കെ കിടന്നുറങ്ങും. പക്ഷേ ഇപ്പോൾ ഒട്ടും ഉറങ്ങാറില്ല കേട്ടോ. അങ്ങനെ ഉറക്കത്തിൻ്റെ ഒരു ഇതിന്നില്ല. ജസ്റ്റ് ഒന്ന് 5-10 മിനിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് മയങ്ങുന്നല്ലാണ്ട് ഇങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ കിടന്ന് ഉറക്കമൊന്നുമില്ല. ആ ഒരു ഉറക്കം ഇല്ലാതിരിക്കുന്ന കേട്ടോ നല്ലത്. ഭയങ്കര ക്ഷീണമായിരിക്കും ഉറങ്ങി കഴിയുമ്പോൾ തന്നെ. ഒരു 10-15 മിനിറ്റൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കിടന്നപ്പോൾ ഇങ്ങനെ മയങ്ങുന്ന പോലെ ഒന്നല്ല, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഒന്നും ഉറങ്ങുകയേ ചെയ്യരുത്, ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ ഞാനിത് മുഖത്തും കഴുത്തിലും തേച്ചിട്ടുണ്ട്. പുറവശത്ത് ഞാൻ തേച്ചിട്ടില്ല. നിങ്ങൾ തേക്കുമ്പോൾ പുറവശം ഒഴിവാക്കരുത്, കഴുത്തിൻ്റെ പുറവശം ഒഴിവാക്കരുത് കേട്ടോ. അവിടെ കൊണ്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ നല്ല അടിപൊളിയൊരു പാക്ക് തന്നെയാണ് കേട്ടോ. മുൾട്ടാണി മിട്ടിയും ഓറഞ്ചിൻ്റെ നീരും മഞ്ഞപ്പൊടിയും ചേർത്ത പാക്ക് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കട്ടോ. മുഖത്തിലെ പാടുകൾ കലകൾ മാറി മുഖം നല്ല അടിപൊളിയായിട്ട് നല്ല ഒരു ബ്രൈറ്റിങ് തന്നെ നമ്മുടെ മുഖത്ത് ഉണ്ടാവും. പിന്നെ പാടുകളും കലകളും ഒക്കെ മാറും, നല്ല സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. പാടുകളൊക്കെ മാറി മുഖം നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് തന്നെ വരുവേ. അപ്പോൾ ഞാനിതാ നന്നായിട്ട് അങ്ങ് തേച്ചിട്ടുണ്ട്. ഇനി മുൾട്ടാണി മിട്ടി എന്ന് വെച്ചാൽ തേച്ച ഉടനെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി സംസാരം കൂടി അങ്ങ് കുറച്ചേക്കാം. മുഖത്ത് ചുളിവുകളൊക്കെ വരും കേട്ടോ. നിങ്ങളും തേച്ച ഉടനെ തന്നെ ആരോടും ഒന്ന് സംസാരിക്കാനൊന്നും പോകരുത്. നന്നായിട്ട് വലിഞ്ഞു മുറുകി നമ്മുടെ മുഖത്തിൽ എണ്ണമയമൊക്കെ വലിച്ചെടുക്കാൻ പറ്റും നല്ല സൂപ്പർ സാധനമാണ് മുൾട്ടാണി മിട്ടി. അപ്പോൾ നമ്മൾ തേച്ച ഉടനെ തന്നെ ഒരുപാട് നേരം സംസാരിക്കുന്ന മതി. ഇപ്പോൾ ഞാൻ തേച്ചതുകൊണ്ട് കുഴപ്പമില്ല. ഇതാ ഇവിടേക്ക് ഇങ്ങനെ നെറ്റിയുടെ ഭാഗം ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിക്കഴിഞ്ഞ ശേഷം നമുക്ക് കഴുകിക്കളയാം. 15-20 മിനിറ്റ് കഴിയട്ടെ. മുഖമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുഖം നല്ല വൃത്തിയിലങ്ങ് കഴുകാട്ടോ. അപ്പോൾ കഴുകാട്ടി ഞാനിതൊക്കെ ഒരു ഓറഞ്ചിൻ്റെ നേരത്തിൽ നീരെടുത്തില്ലായിരുന്നു, അതിൽ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നേ. ഇതെടുത്ത് ഞാൻ മുഖത്തൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ. ഇതെല്ലാം അടർന്ന് കഴിക്കുക. കണ്ടോ, ഓറഞ്ച് അങ്ങനെ ശരിയായില്ല, കൈ തന്നെ എടുത്തേക്കാം. അത് തീർന്നേ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി കുറച്ച് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് പോലെ ചെയ്ത് കൊടുക്കാം. എനിക്ക് ശരിക്കും അങ്ങനെ കിട്ടിയില്ലായിരുന്നു കേട്ടോ. അതൊരു ഉണങ്ങിയൊരു ഓറഞ്ച് ആയിരുന്നേ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഓറഞ്ചിൻ്റെ നീരും കൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴേ നല്ല സൂപ്പറായിരിക്കും മുഖം കാണാൻ. പക്ഷെ എൻ്റെ ഓറഞ്ചിൻ്റെ തൊലി ഉണങ്ങിപ്പോയതുകൊണ്ടേ അതിങ്ങനെ അടർന്നു വന്നതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല.
കഴുത്തിലും കൂടി ഒന്ന് മസാജ് പോലെ അങ്ങ് ചെയ്ത് അങ്ങ് തുടച്ച് മാറ്റാം. അണ്ണാൻകുട്ടൻ്റെ അച്ച കേട്ടോ, ഇത് മുടിയിലൊക്കെ ആയിട്ടോ. ഇനി നമുക്ക് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തുടച്ച് മാറ്റാവേ. അതിനുവേണ്ടി ഞാൻ പുതിയ നല്ല വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അണ്ണൻകുട്ടന് ഭയങ്കര കരച്ചിലാണല്ലോ. പാക്ക് അങ്ങ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ മുഖം കഴുകില്ല, മുഖം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മാറ്റി നോക്കിക്കുക മുഖത്ത്. കണ്ടില്ലേ, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി കഴുത്തിലെ ഒന്നും തുടച്ച് മാറ്റട്ടെ. അപ്പോൾ നമുക്ക് വീട്ടിലൊരു ഓറഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ഫേഷ്യലൊക്കെ ചെയ്തോളൂ കേട്ടോ. മുഖമൊക്കെ അടിപൊളിയാകും. പിന്നെ നമുക്ക് ബ്യൂട്ടി പാർലർ പോകണമെന്നോ ഒന്നും തോന്നില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ സാധനങ്ങളൊക്കെ ഉണ്ടാവണം. കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഓറഞ്ചും പിന്നെ മുൾട്ടാണി മിട്ടിയും എല്ലാ സാധനങ്ങളും വേണം. മുൾട്ടാണി മിട്ടി തന്നെ ഉപയോഗിക്കുമ്പോഴാണ് ഒരു പ്രത്യേകമാണ് കേട്ടോ. അത് നല്ല നിറം വയ്ക്കാനൊക്കെ അടിപൊളി തന്നെയാണ്. ഞാനിത് മുഖമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് പോകുന്നേ. കാരണം തുണി കൊണ്ട് തുടച്ചപ്പോൾ ഒന്നും അത്രയും ക്ലിയർ ആയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കഴുകി തോർത്തും കൊണ്ടൊന്ന് തുടക്കട്ടെ. അപ്പോൾ നോക്കി സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കൊണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ബ്രൈറ്റ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഫേഷ്യൽ ഇഷ്ടമായോ? എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട്. ഒരു മുൾട്ടാണി മിട്ടിയും ഓറഞ്ചും കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ നമ്മൾ അടിപൊളി ഒരു ഫേഷ്യൽ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ തൈര് പഞ്ചസാരയൊക്കെ വേണം കേട്ടോ. അപ്പം സൂപ്പറാണ്. മുഖമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് മുഖം നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട്. അപ്പോൾ മുഖക്കൂരി വന്നവർക്കും പാടുള്ളവർക്കൊക്കെ ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നല്ല നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.